ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു Malabar. ഇന്ന് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാലൊക്കെ ക്രീം എപ്പോഴും ബാക്കിയാവാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള ക്രീമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ട്രൈ ചെയ്തപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരികയും ചെയ്തു. അപ്പോൾ നമുക്ക് താമസിയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഒരു പാനിലേക്ക് ഞാനിതാ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാദാ വെള്ളമാണ്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടിയാണ് നമ്മൾ ചേർത്തെടുക്കാൻ പോകുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് അല്ല തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. ഇൻസ്റ്റൻറ്റ് കണ്ടൻസ്ഡ് മിൽക്ക് അല്ല തയ്യാറാക്കിയെടുക്കുന്നത്. ഈ പാൽപ്പൊടി ഈ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഡിസോൾവ് ആക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളില്ലാത്ത രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്ത മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏത് ഗ്ലാസും ഇത് മെഷറിംഗ് കപ്പായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കട്ടകളൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇത് തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് അല്ലാതെ മിൽക്ക് ചോക്ലേറ്റ് ചേർക്കാം. ഇപ്പോൾ ഡയറി മിൽക്കൊക്കെ നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ചോക്ലേറ്റ് ആണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ പാല് ചെറിയൊരു ചൂടുണ്ടായാലും മതി. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് തിക്കായിട്ട് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പാൽപ്പൊടിക്ക് പകരം പാലും യൂസ് ചെയ്യുക. ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്താൽ മതി. അത് 1 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ചോക്ലേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കോ പൗഡർ ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഒരു 1/4 കപ്പ് കോക്കോ പൗഡർ എടുത്താലും മതി. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചിട്ടാണ് ഒരു ബൗളിലേക്ക് മാറ്റുന്നത്. അപ്പോൾ കണ്ടോ, മെൽറ്റ് ആവാതെ കുറച്ച് തരികൾ പോലെ അതിൽ കിടക്കുന്നുണ്ട് പാൽപ്പൊടിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെയും. ഇനിയിപ്പോൾ നിങ്ങൾ കോക്കോ പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിലും എന്തായാലും ഒന്ന് അരിച്ചിട്ട് വേണം ബൗളിലോട്ട് മാറ്റാനായിട്ട്. ഇനി നമുക്ക് ഇത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം, അതായത് ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റണം. എന്നിട്ട് ഫ്രീസറിൽ വെക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് റെഡി ആയി കിട്ടും. ഫ്രീസറിൽ വെച്ചാൽ ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി മാറിയിട്ട് ഒരല്പം തിക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റോളം ഫ്രീസറിലൊന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ അത് സെറ്റാവുന്ന നേരം കൊണ്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് എടുത്താലും മതി. ഇനിയിപ്പോൾ നിങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി വന്ന ആ ക്രീം ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളം. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനായിട്ട് അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം, എനിക്ക് പേഴ്സണലി ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ട്രോപ്പോലൈറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇതിൽ ഓൾറെഡി മധുരം ഉണ്ടായതുകൊണ്ട് ഞാനിതിലേക്ക് എക്സ്ട്രാ ഷുഗറൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കതൊരു സ്റ്റിഫ് പീക്സ് ഫോം ചെയ്യുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഓവറായിട്ട് നമ്മുടെ കേക്കിനെ ഡെക്കറേറ്റ് ചെയ്യുന്ന വിധത്തിൽ സ്റ്റിഫ് പീക്സ് ആവണമെന്നൊന്നുമില്ല. അപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച ആ ചോക്ലേറ്റിൻ്റെ മിക്സ് ഇത്തിരി തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓവറായിട്ട് നമുക്ക് തിക്കായിട്ട് കിട്ടുമെന്നില്ല, കാരണം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ആ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ചോക്ലേറ്റിൻ്റെ മിക്സ് നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ എല്ലാ സൈഡിലേക്ക് എത്തും വിധം നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് ബീറ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്കൊരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതി.
അപ്പോൾ നമ്മുടെ ക്രീമും ചോക്ലേറ്റും നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റിനായിട്ട് ഞാൻ ഒരല്പം ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികമൊന്നുമില്ല, ഒരല്പം മാത്രം. ഇത് ഓപ്ഷണലാണ്, ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു ഗ്ലാസ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഒരല്പം ഈ ഗ്ലാസ് ട്രേയിലും പിന്നെ നമ്മുടെ വീട്ടിൽ ഐസ്ക്രീമിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളത് സാധാരണ സൂക്ഷിച്ച് വെച്ചിട്ട് റീയൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, സ്റ്റീൽ ബൗളിൽ സെറ്റ് ചെയ്യാം, ഇഷ്ടമുള്ളതിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു ക്ലിങ് റാപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഇത് ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ്. ഇപ്പം ഞാനൊരു 4 മണിക്കൂർ വെക്കണുള്ളൂ. അപ്പം നിങ്ങൾ ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല സെറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓവർനൈറ്റ് വെക്കുന്നതാവും നല്ലത് ഫ്രീസറിൽ. പിന്നെ എപ്പോഴും ഐസ്ക്രീം വെക്കുന്ന ബോട്ടിൽ നമ്മൾ നന്നായിട്ട് കവർ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിലേക്ക് വെള്ളം കടക്കാത്ത വിധത്തിൽ വേണം നമ്മൾ കവർ ചെയ്യാനായിട്ട്. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിത് ഫ്രീസറിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇതൊരു 4 മണിക്കൂറിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ കല്ല് പോലൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഐസ്ക്രീം കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാം ഇതെങ്ങനെയുണ്ടെന്ന്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറയില്ല, അത്ര പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഭംഗിക്കായിട്ട്, ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭംഗിക്കായിട്ട് ഞാൻ ചോക്ലേറ്റ് വെച്ചിട്ടും പിന്നെ ചോക്ലേറ്റ് സിറപ്പ് യൂസ് ചെയ്തിട്ടും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു ഐസ്ക്രീം ബോട്ടിലിൽ സെറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഞാനൊരു 1/4 ഭാഗം വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ സ്കൂപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ നേരം കൂടി വെക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി ഹാർഡായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പക്ക കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പാൽപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. പിന്നെ നിങ്ങൾ ഇത് ആരെയും ഗസ്റ്റൊക്കെ വന്നാൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇത് പുറത്തുനിന്ന് വാങ്ങിയതാണെന്നേ അവരും പറയുള്ളൂ. കാരണം അത്രയും 100% പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്